അഷിക്, നമുക്കറിയാം തെരഞ്ഞെടുപ്പ് അട്ടിമറി, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിലൊക്കെ നടന്നിട്ടുണ്ട് എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ പത്രപ്രസ്താവന, അല്ലെങ്കിൽ അദ്ദേഹം തെളിവ് സഹിതം പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ നടത്തിയ വാർത്താ സമ്മേളനം വലിയ രീതിയിലുള്ള ചൂടുപിടിച്ച ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അട്ടിമറികൾ നടന്നതെന്നുള്ളതൊക്കെ ഇനിയും കോടതിയിൽ തെളിയിക്കപ്പെടേണ്ടതാണ്. അതിൽ എത്രത്തോളം സാങ്കേതികത്വമുണ്ട്, അല്ലെങ്കിൽ അത് തെളിയിക്കാൻ സാധിക്കുമോ എന്നതൊക്കെ നിലനിൽക്കുമ്പോഴാണ് നമ്മൾ ബീഹാറിനെ കുറിച്ച് കൂടി സംസാരിക്കേണ്ടത്. നമുക്കറിയാം, ബീഹാർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മോസ്റ്റ് പോപ്പുലേറ്റഡ് സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. അവിടെ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ തീവ്ര പരിഷ്കരണങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ 1 കോടിയോളം വരുന്ന മുൻപ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളുകൾ പുറത്താക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസം അടക്കം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഈ ഘട്ടത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷം ഈ ചോദ്യം ഉന്നയിച്ചിരുന്നു, എന്തുകൊണ്ട് ഇവരെ പുറത്താക്കി എന്നുള്ളത്. കേട്ടാൽ വിചിത്രമെന്ന് തോന്നുന്ന തരത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിക്കുന്നത്. അതായത് ആധാർ കാർഡോ അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡിയോ എന്നതാണ് നമ്മുടെ ഇന്ത്യൻ പൗരൻ രീതിയിൽ എൻ്റെ കയ്യിൽ ഉണ്ടാവേണ്ടുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഡോക്യുമെന്റ് എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റം അല്ലെങ്കിൽ എൻ്റെ ഗവൺമെന്റ് എന്നെ പഠിപ്പിച്ചതാണ്. അതിനൊക്കെ താഴെ നമുക്ക് റേഷൻ കാർഡും കൂടി ഉണ്ടായിരിക്കാം. ഞാൻ എവിടുത്തുകാരിയാണ്, ഞാൻ ഏത് നാട്ടുകാരിയാണ്, ഞാൻ ഇന്ത്യൻ പൗരയാണെന്ന് അറിയാൻ ഈ അടിസ്ഥാനപരമായി ആധാർ തന്നെ മതി. ഇനി പോട്ടെ, വോട്ടേഴ്സ് ലിസ്റ്റും റേഷൻ കാർഡും കൂടി ഉണ്ടെങ്കിൽ തന്നെയും ഇത് 3 മതി എന്നുള്ളതാണ്. ബാക്കി വരുന്ന സർട്ടിഫിക്കേഷനിലൊക്കെ സെക്കൻഡറി വാല്യൂ മാത്രമേ ഉള്ളൂ. പ്രഥമ പരിഗണന ഇത് വേണം. പക്ഷെ ഇതൊക്കെ ഉള്ള 65 ലക്ഷം മുതൽ മുൻപ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 65 ലക്ഷം പേരെ ഒഴിവാക്കുകയും പുതിയതായി പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട ഏകദേശം 25 ലക്ഷത്തോളം ആളുകളെ ഉൾക്കൊള്ളിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല. അവർ പറയുന്നത്, ഈ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് പോരാ, പകരം നിങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ വില്ലേജിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്, അങ്ങനെ കുറെ ഇതുവരെയും കേൾക്കാത്ത സർട്ടിഫിക്കറ്റുകളുടെ പേര് പറഞ്ഞ് കേവലം തൊടുന്യായങ്ങൾ പറഞ്ഞ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും ആളുകളെ ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നോക്കൂ ആഷിക്ക്, അതായത് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ഇടയ്ക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കേവലം 6 മാസത്തെ ഗ്യാപ്പിനൊടുവിൽ BJP വളരെ പെട്ടെന്ന് അധികാരത്തിലേക്ക് വലിയ ഭൂരിപക്ഷത്തോടെ കയറുന്നു. അന്ന് കൂട്ടിച്ചേർത്തത്, അതായത് വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് BJP കൂട്ടിച്ചേർത്തത് ലക്ഷക്കണക്കിന് ആളുകളെയാണ്. വളരെ ചെറിയൊരു പീരീഡ് ഓഫ് ടൈം കൊണ്ട് BJPക്ക് വൻ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട് മഹാരാഷ്ട്രയിൽ. അതേ സ്ട്രാറ്റജി തന്നെയാണോ ഇവിടെ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുന്നത് എന്നുള്ളൊരു പ്രഥമ ആരോപണം നിൽക്കുന്നുണ്ട്. എന്താണ് ആഷിക്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ ബോഡിയാണ്. ഈ നാട്ടിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഒന്നാണ്. അവിടെ ബീഹാർ പോലൊരു പ്രദേശത്ത് നിലവിൽ BJP ആണ് ഭരിക്കുന്നത്. അങ്ങനെ ഒരു പ്രദേശത്ത് എങ്ങനെയാണ് നമുക്കിനി സിസ്റ്റത്തെ വിശ്വസിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. കാരണം പ്രതിപക്ഷം ഇങ്ങനെ ആരോപണം നടത്തുമ്പോൾ ഭരണപക്ഷം ഏറ്റവും കുറഞ്ഞ പക്ഷം പാർലമെന്റിൽ ചർച്ചയാക്കണം. അതിന് പോലും തയ്യാറാകുന്നില്ല. നമ്മുടെ സംശയിക്കുക സ്വാഭാവികമല്ലേ? തീർച്ചയായും ഈ തവണ പാർലമെന്റ് സമ്മേളനം കൂടിയപ്പോൾ നമുക്ക് എല്ലാവർക്കും ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളാണ് ഗവൺമെന്റിനോട് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രാധാന്യം നൽകിയ ചോദ്യമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയുള്ളത്. പ്രതിപക്ഷ നേതാവ് അത് വളരെ വിശദമായി തന്നെ പാർലമെന്റിൽ ഉന്നയിച്ചു, ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ എവിടെയും തൊടാതെ വളരെ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് മാത്രം മറുപടി പറഞ്ഞ് തടി തപ്പുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മൾ പാർലമെന്റിൽ കണ്ടത്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുണ്ടായ ചോദ്യങ്ങൾ, ജനങ്ങൾക്കുണ്ടായ സംശയങ്ങളെല്ലാം പ്രതിപക്ഷ നേതാവ് അവിടെ ചോദിക്കുകയുണ്ടായി. പക്ഷേ അതിനോടൊന്നും ഒരു കൃത്യമായ മറുപടി തരാതെ, അല്ലെങ്കിൽ എന്താണോ ചോദിക്കുന്നത് ആ ചോദ്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് തനിക്ക് നേരെ തിരിച്ചുവിടുന്ന രീതിയിൽ ആ ചോദ്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് മറുപടി നൽകുന്ന ഒരു പ്രധാനമന്ത്രിയാണ് കണ്ടത്. അതിനുശേഷം ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ബീഹാറിലെ വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിക്കണം എന്നൊരാവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. അത് കൃത്യമായി വാലിഡ് ആയിട്ടുള്ള പോയിന്റുകൾ സഹിതം നിരത്തിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഈ കാര്യം ഉന്നയിക്കുന്നത്. പക്ഷേ അതിന് തയ്യാറാവുന്നില്ല. കാരണം അതിന് അവർ ചൂണ്ടിക്കാണിക്കുന്ന കാരണമാണ്, വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിച്ചു, അതിൽ ആളുകളെ ചേർത്തു, എന്തുകൊണ്ടാണ് ഇത്രയും പേര് അതിൽ വരാത്തത്, അല്ലെങ്കിൽ ഇത്രയും പേരെ അതിൽ ആഡ് ചെയ്യാത്തത് എന്ന ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി കൃത്യമായ രേഖകൾ നൽകിയില്ല എന്നാണ്. അപ്പോൾ തിരിച്ചു ചോദിക്കുന്നു, എന്ത് രേഖകളാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത്? അതായത് നമുക്കറിയാം, നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നത് നമുക്ക് ഇന്ത്യൻ ഗവൺമെന്റ് തന്ന അംഗീകൃത ഐഡികളാണ്. അതായത് ഇപ്പോൾ ആധാർ നമ്മൾ പറയുന്നത് എൻ്റെ ഐഡന്റിറ്റി ആണ് എൻ്റെ ആധാർ എന്ന രീതിയിലാണ് നമ്മൾ ആധാറിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആധാർ കാർഡോ അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡിയോ ഈ ഇലക്ഷൻ കമ്മീഷൻ തന്നെ തരുന്നതാണ് ഈ വോട്ടേഴ്സ് ഐ ഡി എന്നുള്ളത്. അതിലെ പോലും ഇലക്ഷൻ കമ്മീഷന് വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ, ഇവിടെ ഇന്ത്യൻ ഗവൺമെന്റ് തരുന്ന ഐഡികളൊന്നും ഇലക്ഷൻ കമ്മീഷന് വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ, എന്നിട്ട് അവർ ചോദിക്കുന്ന രേഖകൾ എന്താ? ജനന സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ജാതി സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് ഇതിന് ചോദിക്കുന്നത്. നമുക്ക് അറിയാം, ബീഹാറിലെ ജനങ്ങൾ, ദരിദ്രരായ ആളുകൾ ഒരുപാട് തിങ്ങിപ്പാർക്കുന്ന, തീർച്ചയായും അങ്ങനെയുള്ള ആളുകളുള്ള ബീഹാറിൽ ഇതുപോലെയുള്ള സർട്ടിഫിക്കറ്റുകൾ ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്തിനാണ് ഈ വോട്ട് ചെയ്യുന്നതിന്
ജനന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റും എല്ലാം ചോദിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് കൃത്യമായി ഒരു മതവിഭാഗത്തെ ഇപ്പോൾ പൗരത്വ ബില്ല് കൊണ്ടുവരുമ്പോൾ ഉണ്ടായത് എന്താ, അതുപോലെ ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെയും ഇവർ പ്രയോഗിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഫിൽട്ടറിംഗ് പരിപാടി തീർച്ചയായും ഈ ഒരു പ്രത്യേക മതവിഭാഗത്തെ ചൂഷണം ചെയ്യാൻ അല്ലെങ്കിൽ അവർ ഇന്ത്യക്കാരിൽ നിന്ന് വരുത്തി തീർക്കാനൊക്കെയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്. നോക്കൂ, ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകരിച്ച നമ്മുടെ ആധാർ കാർഡാണ് ഇപ്പൊ നമുക്കെല്ലാം. ഇപ്പൊ അത് ഗവൺമെന്റ് തന്നെ അങ്ങനെ ആക്കി മാറ്റിയതാണ്. ഒരു സിം കാർഡ് നമുക്ക് ആക്റ്റീവായിട്ട് ഇരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തൊരു വിഷയം റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ പോലും ആധാർ ലിങ്ക് ചെയ്യണം. എല്ലാത്തിനും ആധാർ ലിങ്ക് ചെയ്തില്ലെങ്കിൽ അത് കട്ടായി പോകുന്ന അവസ്ഥയിലേക്ക് ഈ ഗവൺമെന്റ് തന്നെയാണ് അങ്ങനെയുള്ള പരിഷ്കാരങ്ങൾ വരുത്തിയത്. നല്ലതാണ്. നമ്മുടെ ഇപ്പോ എന്തെങ്കിലും ഒരു ക്രൈം നടക്കുകയോ അങ്ങനെ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വിരലടയാളം വെച്ച് നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഇത്തരം സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ. ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് മാറുന്നതിലൂടെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതൊന്നും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇപ്പോൾ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് കേരളത്തിൽ ഗവൺമെന്റ് കൃത്യമായി വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിക്കുന്നുണ്ട്. ആ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എൻ്റെ പേരൊന്നും ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ അതിന് വോട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ പ്രാവശ്യം വീട്ടിൽ ആളുകൾ വന്നു, എന്റെ രേഖകൾ വാങ്ങി, ഞാൻ ആധാർ കാർഡ് അയച്ചു കൊടുത്തു, എന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഇത്ര മതി, പേര് ആഡ് ചെയ്തു, ഇത്രയേ വേണ്ടൂ, അത്രയേ ഉള്ളൂ. നമ്മുടെ പേരും നമ്മുടെ ആധാർ കാർഡും കൊടുത്ത് നമ്മളതിൽ ആഡ് ചെയ്തു. നമുക്കറിയാലോ ഇപ്പോ പ്രധാനമായും ഇതെല്ലാം ചെയ്യുന്നത് നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളാണ്. അതായത് കൃത്യമായി ഓരോ നാടുകളിലുമുള്ള LDF, UDF, BJP അനുഭാവികൾ തന്നെയാണ് വീടുകളിൽ വരുന്നതും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും. അതൊക്കെ സ്വാഗതാർഹമാണ്. പക്ഷേ ഇവിടെ നോക്കൂ, ബീഹാറിൽ ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരണമെങ്കിൽ, അതായത് ബീഹാറിൽ വോട്ട് ചെയ്യാനുള്ള സമ്മതിദാന അവകാശമുള്ള ആളുകളുടെ 8% ആളുകളെ ഒഴിവാക്കിയിരിക്കുകയാണ്. അവർ അതിന് മുന്നേ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. അപ്പൊ എന്ത് സാങ്കേതികത്വമാണ് ഇവരെ ഒഴിവാക്കാൻ? അപ്പോൾ മുൻപ് അവർ ചെയ്തിരുന്ന വോട്ടുകൾ ഇൻവാലിഡ് ആകുമോ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യം ഇവിടെ ചോദിക്കാൻ അവിടെ പ്രതിപക്ഷം ചോദിക്കുമ്പോൾ അതിന് മറുപടി തരാതെ ഒഴിവാവുകയാണ് ആളുകൾ എന്നിടത്താണ് പ്രശ്നം കിടക്കുന്നത്. നോക്കൂ, മറുപടി തരട്ടെ. എന്തുകൊണ്ട് ഇപ്പോൾ കൊടുക്കുന്ന ആധാർ കാർഡുകളിൽ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐഡിയിൽ പ്രശ്നങ്ങളുണ്ട്, നമ്മൾ ഈ രീതിയിലാണ് പുതിയ ഇലക്ഷൻ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ഇനിയും പരിശോധിക്കാൻ 6 മാസത്തോളമുള്ള സമയമുണ്ടല്ലോ, അതുകൊണ്ട് നമുക്കിനി അങ്ങനെ ചെയ്യാം എന്നുള്ള മറുപടികൾക്കൊക്കെ പകരമായി പ്രതിഷേധിക്കാൻ വരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകളോട് ചോദ്യമേ ചോദിക്കരുത് എന്നുള്ളൊരു രാഷ്ട്രീയ തെറ്റൂര അഹങ്കാരം ഇറക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഇത് പ്രതിപക്ഷത്തെ ബോധിപ്പിക്കാൻ അവർക്ക് സാധിച്ചാൽ, നമുക്കറിയാം ബീഹാർ തെരഞ്ഞെടുപ്പ് മോദി സർക്കാർ നോക്കിയിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി ബെൽറ്റിൽ ഒരു ഗ്രിപ്പ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതിനെ കൂട്ടിച്ചേർക്കുക എന്നുള്ളത് മഹാരാഷ്ട്ര, അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ഹരിയാന, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവർ പല സ്ട്രാറ്റജികളും ഉപയോഗിച്ച് പോയ മഹിമയെ, പ്രഭാവത്തെ തിരിച്ചു കൊണ്ടുവരുന്നത് പല രീതിയിലുള്ള ആരോപണങ്ങൾക്ക് വിധേയമാണ്. മഹാരാഷ്ട്രയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായി ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നെങ്കിൽ ഹരിയാനയിൽ വോട്ട് മറിച്ചു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം വരുന്നത്. അതേ പാലറ്റിലാണോ അടുത്ത ഘട്ടത്തിൽ ബീഹാറിലും ഇവർ നടത്താൻ പോകുന്നത്? അതായത് നമ്മുടെ നാട്ടിൽ സ്വതന്ത്രമായി നിലനിൽക്കേണ്ടുന്ന തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ പൂർണ്ണമായ തോതിൽ അട്ടിമറിക്കപ്പെടുകയാണോ എന്നുള്ളൊരു ആശങ്ക അതൊരു ഇന്ത്യൻ പൗര എന്ന നിലയിൽ, വോട്ട് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് അതിഭീകരമായുണ്ട്. നമ്മൾ നിലനിൽക്കുന്നൊരു, ഞാൻ പറഞ്ഞത് എല്ലാവരും കള്ളന്മാരാണ്. ആരാണ് കുറഞ്ഞ കള്ളൻ, ആരാണ് കൂടിയ കള്ളൻ, ആരാണ് കായങ്ങളും കൊച്ചുണ്ണി എന്നുള്ള വ്യത്യാസങ്ങളുടെ അടയാളപ്പെടുത്തൽ മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള നമുക്ക് ആരെയാണ് വിശ്വസിക്കാൻ പറ്റുക? ജുഡീഷ്യറിയെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എക്സ്ട്രാ ജുഡീഷ്യൽ ബോഡികളെയാണ് വിശ്വസിക്കാൻ സാധിക്കുക. അതിനൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് വിശ്വസിച്ചാണ് ഈ നാട്ടിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷനിൽ പോലുമുള്ള ആളുകൾ അവരുടെ രാഷ്ട്രീയം നോക്കിയാണ് അവിടെ അവരെ കയറ്റുന്നതെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ BJP നേതാക്കൾ പറയുന്നത് ജനങ്ങൾ ഞങ്ങളെ സ്വീകരിച്ചു, 3ാം മോദി ഭരണം വന്നു, മോദി ഭരണം എല്ലാവരും ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണം എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി ഒരു മണ്ഡലം എടുത്തുകൊണ്ടാണ് ഇത്രയും വലിയ ക്രമക്കേട് ചൂണ്ടിക്കാണിക്കുന്നത്. അത് തിരിച്ച് ചിലപ്പോ BJP-ക്കാർ ചോദിച്ചേക്കും, അവരാർക്കാ വോട്ട് ചെയ്തത് എന്ന് എനിക്കറിയില്ലല്ലോ, അല്ലെങ്കിൽ അവരാർക്കാ വോട്ട് ചെയ്തതെന്ന് ജനങ്ങൾക്ക് അറിയില്ലല്ലോ, അതൊക്കെ സ്വകാര്യമായി ചെയ്യുന്നതല്ല, അവർ കോൺഗ്രസിനാണെങ്കിലോ വോട്ട് ചെയ്തത്. പക്ഷെ നോക്കൂ, അവിടെ ആ എടുത്ത മണ്ഡലത്തിൽ BJP നേതാവാണ് ലീഡ് ചെയ്ത് ജയിച്ചിട്ടുള്ളത്. അത് കേവലം 32,000 വോട്ടുകളാണെന്ന് തോന്നുന്നു ജയിച്ചിട്ടുള്ളത്. ഈ 1 ലക്ഷം വോട്ടുകൾ ഈ കൃത്യമായി നടന്നിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ കള്ള വോട്ടുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ അവിടെ ചിത്രം മാറിയേനെ. അങ്ങനെ എത്ര സ്ഥലങ്ങൾ ഇപ്പോൾ ഇന്ത്യയുടെ ഭരണത്തെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടല്ലേ പുറത്തു വന്നത്. ഇങ്ങനെ
MP മാരുടെ ഇലക്ഷനിൽ ഇത്രയും ക്രമക്കേട് ലോകവ്യാപകമായി ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും വലിയൊരു അലിഗേഷൻ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് ഒരു പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുമ്പോൾ അതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലേ? അവരുടെ ഭാഗം ക്ലിയർ ചെയ്യുന്നത് അവരുടെ ഉത്തരവാദിത്വം അല്ലേ? ഇത് പറയുന്നത് ഞങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് ഹാജരാക്കണം. ഇനി ആ ഡീറ്റെയിൽസ് എല്ലാം വ്യക്തമായി എല്ലാ നാഷണൽ മീഡിയകളടക്കം എല്ലാം പുറത്തുവിട്ടതാണ്. ഇനി അത് ഡയറക്റ്റ് കൊണ്ടുവന്ന് അവരുടെ മുന്നിൽ കൊടുന്ന് കയ്യൊപ്പാൽ ഇതെഴുതി കൊടുത്ത് പരാതി എഴുതി കൊടുത്താൽ മാത്രമേ ഞങ്ങൾ അന്വേഷിക്കൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആക്ഷേപം ഒന്നും നിലനിൽക്കില്ല എന്ന് തെളിയിക്കാനെങ്കിലും ഇവർക്കിത് സ്വമേധയെ അന്വേഷിക്കാൻ തോന്നിക്കൂടെ? ഇവർക്കിത് സിമ്പിളായിട്ട് അന്വേഷിക്കാം. കാരണം ഡിജിറ്റൽ ഡാറ്റ അവരുടെ കയ്യിലുണ്ട്. അത് ക്രോസ് ചെക്ക് ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് ABCD ഉണ്ടോ, അല്ലെങ്കിൽ 80 കഴിഞ്ഞ ആളുകൾ കന്നി വോട്ടർമാരായിട്ട് വന്നിട്ടുണ്ടോ, ഒരു റൂമിൽ 80 പേർ കഴിയുന്നുണ്ടോ എന്നൊക്കെ ഇവർക്ക് അന്വേഷിക്കാൻ വളരെ നിസ്സാര സമയം മതി. ഇതിൽ ഉന്നയിച്ച ഓരോ ആരോപണങ്ങളും ഗുരുതരമാണ്. ഒരു റൂമിൽ 80 പേർക്ക് വോട്ട്, 80 പേര് 4 പേർക്ക് ഒരുമിച്ച് കിടക്കാൻ പറ്റുമോ എന്നറിയില്ല ഒരു റൂമിൽ. അങ്ങനെ ഇരിക്കെ 80 പേർക്ക് വോട്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ഈ ലിസ്റ്റിൽ വരുന്നത്? എണ്ണമൊക്കെ കണ്ടാൽ കണ്ണ് തള്ളി പോകും. അതെ, അതുപോലെ തന്നെ വോട്ടുള്ള ആളുകൾ പ്രധാന പ്രശ്നമുണ്ട്. ഒരു പ്രത്യാരോപണം തിരിച്ചുള്ളത് അതുകൂടി നമ്മൾ പരിശോധിക്കണം. കോൺഗ്രസ്സുകാർ തന്നെയാണോ കോൺഗ്രസിനെ വെട്ടിയെന്നുള്ളതാണ്. ഇപ്പം കർണാടക സെൻട്രൽ അതുള്ള ലോക്സഭാ മണ്ഡലത്തിൽ ഈ അടിസ്ഥാനപരമായി വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യപ്പെടും അതിൽ തിരുത്തലുകൾ വരുത്താൻ വേണ്ടി. ഈ കോൺഗ്രസ്സുകാരൊക്കെ എവിടെയായിരുന്നു ആ സമയത്ത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ സാധാരണക്കാരായിട്ടുള്ള അടിസ്ഥാന തലത്തിൽ അല്ലെ നമ്മുടെ നാട്ടിൽ ഓരോ ബൂത്തിലും ഇരിക്കും ആളുകൾ. അപ്പം ഞാൻ വരുന്നത് എന്നെ അടുത്ത രാജുവാളിന്റെ മോളാണ് എന്ന് പറഞ്ഞ് അവർക്കറിയാം ഞാൻ ആരാ വോട്ട് ചെയ്യുന്നതും അവർക്കറിയാം. ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് വന്ന എൻ്റെ വോട്ട് ഇങ്ങനെയാണെന്ന് അവർക്കറിയാം. അല്ലെങ്കിൽ അത് ഞാൻ അവരെ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പം അവരുടെ വോട്ട് ബാങ്കിലേക്ക് ഇത് വീഴുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് വ്യക്തമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അവരെന്ത് ചെയ്യുകയായിരുന്നു എന്നൊരു ചോദ്യം ഇവിടെയുണ്ട്. അപ്പൊ അവിടെ ആ സമയത്ത് അവർ പ്രതികരിക്കാത്ത എന്താണെന്നുള്ള കാര്യമില്ല. ഇനി എന്ത് തന്നെയായാലും ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ ബോഡി എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈകളിൽ ഈ പറഞ്ഞതുപോലെ പാവക്കറ ഇല്ലെങ്കിൽ അത് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് കാണിക്കാനുള്ള ഉത്തരവാദിത്തം കമ്മീഷൻ ഉണ്ടായിരിക്കണം. അതിനകത്ത് യാതൊരുവിധ അത് ഞാൻ പറഞ്ഞ ഇനി ഇതിനെ സംബന്ധിച്ച് BJPക്കും ഇങ്ങനെ ചെയ്യേണ്ടതുണ്ട്. BJPക്കെതിരെയാണ് ഗുരുതര ആരോപണമുള്ളത്. അപ്പൊ BJP തെളിയിക്കാൻ ഇനി ഒരു ആരോപണം ഉണ്ടെങ്കിൽ തെളിയിക്കാൻ അവരും സന്നദ്ധരാവണം. അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ അച്ഛന്റെ പേരെന്താണ്, അമ്മയുടെ പേരാണ്, ഇറ്റലിയിലുള്ള അമ്മ, ഇറ്റലിക്കാരിയായ അമ്മയുടെ അച്ഛൻ ആരാണ് എന്നത് ചോദിച്ചിട്ടല്ല തിരിച്ചു മറുപടി പറയേണ്ടതുണ്ട്. എന്തായാലും ബീഹാറിൽ നടക്കുന്നത് എന്താ പറയുക പകൽക്കൊള്ള പോലെയാണ്. അതായത് പകൽ കൊള്ള നടത്തുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒന്നാണ്. രാത്രിയുടെ മറവിലാണ് കൊള്ളയൊക്കെ നടത്തുന്നത്. പക്ഷെ ഇതൊരു അത്രമേൽ ഭീകരമായ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഏറ്റവും കുറഞ്ഞ പക്ഷം വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് കൃത്യമായ വിശദീകരണം എന്നെങ്കിലും പറയണം. അല്ലാതെ നിന്നെയൊക്കെ കൊന്നുകളയും അല്ലെങ്കിൽ പിടിച്ചു കളയും അല്ലെങ്കിൽ സഭയെ അങ്ങ് പ്രതിഷേധിച്ചുകൊണ്ട് ഇല്ലാതാക്കി കളയാം എന്നൊക്കെയുള്ളൊരു അഹന്തയൊന്നും ഇറക്കേണ്ടതില്ല.